ചെയ്യുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറാ. സിവിൽ എഞ്ചിനീയർ ആയിട്ട് പിന്നെ ഇതെന്തിനാ പഠിക്കുന്നേ? അത് വേണ്ടെന്ന് വെച്ച്. സിവിൽ എഞ്ചിനീയറിന് ഭയങ്കര ഡൗട്ടാ. ഇത്ര നേരം എന്റെ മുഖം കണ്ടോണ്ടിരുന്നിട്ടാണോ ടോമിനെ മീറ്റ് ചെയ്യണമെന്ന്? Good afternoon. Good afternoon all. Good afternoon, teacher. Good afternoon, ma'am. Good afternoon. ഏത് മോഡ്യൂളാണോ? മൊഡ്യൂൾ 4 ചാപ്റ്റർ 10. അപ്പൊ നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. അതിന്റെ ലാസ്റ്റ് പേജിലേക്ക് വരെ എത്തി. വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ദിവസം? ജോബ് കൗൺസിലർ, നമ്മള് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ അതിന്റെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരെ എത്തി. എവിടെ വരെയാണ് നമ്മൾ എടുത്തത്? ജോബ് സമ്മറി ഓഫ് ഒക്യുപേഷൻ കൗൺസിലർ, അത് തുടങ്ങിയാണോ എടുക്കേണ്ടത്? അതുവരെയും വായിച്ചു നോക്കിക്കാണും അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ജോബ് സമ്മറി ഓഫ് ഒക്യുപേഷൻ കൗൺസിലർ. കൗൺസിലറിനെ സംബന്ധിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡ്യൂട്ടീസുകളാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റിയുടെ അടുത്ത ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാം കൗൺസിലർ അല്ലെ. കൗൺസിലറിനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് പ്രധാനമായിട്ട് കൗൺസിലേഴ്സ് ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ കൗൺസിലേഴ്സിനെ നമ്മൾ സാധാരണയായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ കൗൺസിലേഴ്സ് എപ്പോഴും എങ്ങനെയാണ് നമ്മളോട് പെരുമാറാറ്? ഒരു മോട്ടിവേഷൻ ആണ് അല്ലെ. ഓക്കെ, നമുക്കൊരു പ്രേരണ അല്ലെ, നമുക്കൊരു എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ഒരു ഊർജം ആണ് കൗൺസിലേഴ്സ് തരുന്നത് അല്ലെ. ഒരു മോട്ടിവേഷൻ എന്തിനും അല്ലെ നേരിടാനുള്ള ഒരു കപ്പാസിറ്റി അത് അവര് കൗൺസിലേഴ്സ് തരും. അപ്പൊ പ്രധാനമായിട്ടും കൗൺസിലേഴ്സിന്റെ ആ ഒരു ഡ്യൂട്ടി, ആ ഒരു മോട്ടിവേഷൻ പാറ്റേണിനോട് തന്നെയാണ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും പോകുന്നത്. A patient counselor, also known as a patient advocate or a patient liaison. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കാത്ത, കാരണം വ്യത്യസ്ത പേരുകളിൽ നമ്മൾ കൗൺസിലേഴ്സിനെ അറിയപ്പെടാം അല്ലെ. പേഷ്യന്റ് കൗൺസിലർ, ഓൾസോ നോൺ ആസ് എ പേഷ്യന്റ് അഡ്വക്കേറ്റ്, ഓരോ പേഷ്യന്റ് ലിസണർ. നമുക്കറിയാം ഉപദേശകനായിട്ട് അല്ലെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ നല്ല ഒരു ബന്ധം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിത്വമാണ് കൗൺസിലറുടേത്. ഇസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who works mainly with the patients and their families to extend emotional support. അതായത് തീക്ഷ്ണമായ ഒരു സപ്പോർട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് അഡ്വക്കസി, അതായത് തീർച്ചയായിട്ടും നമ്മൾ പേഷ്യന്റിനോട് ഏറ്റവും റിലേറ്റഡ് ആയിട്ട് അല്ലെ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പേഷ്യന്റിന് എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് തന്നെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആരുടേത്? കൗൺസിലറുടേത്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, അദ്ദേഹം ആരോഗ്യ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിത്വമാണ്. നീലി എന്ന് പറയുന്നത് തീക്ഷ്ണമായിട്ട് തന്നെ പേഷ്യന്റിനോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് അല്ലെ. ദ ഫാമിലീസ് ടു എക്സ്റ്റെൻഡ് ഇമോഷണൽ സപ്പോർട്ട്, എഡ്യൂക്കേഷൻ ആൻഡ് അഡ്വക്കസി, അതായത് അവരെ അല്ലെ വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നു, ഒപ്പം തന്നെ എന്താണ് അവർക്ക് അറിവ് പ്രദാനം ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം എന്താണ് ഒരു ഉപദേശകനെ പോലെ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആരുടേത്? ആരുടെയാണ് നമ്മൾ പഠിക്കുന്നത്? ആരുടേതാണ്? വെറുതെ കേട്ടിരിക്കാമെന്ന് വെക്കുമ്പോഴത്തെ ബോറടിക്കും. അതുകൊണ്ട് നമ്മൾ ഇൻവോൾവ് ആയിട്ട് തന്നെ ഇവിടെ ഇരിക്കുക. ആരെ കുറിച്ച്? കൗൺസിലർ, പേഷ്യന്റ് കൗൺസിലർ. ഓക്കെ,
അപ്പൊ എന്താണ് ആ ഒരു കൗൺസിലർ എന്ന് പറയുന്നത്? പേഷ്യന്റിനോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന്റെ ഉപദേശകനാണ്, ഒപ്പം തന്നെ അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയും, അതേപോലെ തന്നെ ഇമോഷൻ സപ്പോർട്ടറും ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ മറ്റു പേരുകളാണ് എന്തെന്ന് പറയുന്നത്? പേഷ്യന്റ് അഡ്വക്കേറ്റ്, പേഷ്യന്റ് നേഴ്സ്. എന്താണ്? ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പേഷ്യന്റ് കൗൺസിലർ നോർമലി ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രോബ്ലം സോൾവിങ്. ഓക്കെ, അദ്ദേഹത്തിന്റെ അല്ലേ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഡ്യൂട്ടീസുകൾ അദ്ദേഹത്തിനും ഉണ്ട് അല്ലെ. ആ ഒരു വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് വ്യത്യസ്ത തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. താഴെ നോക്കാം. ഫസ്റ്റ്, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. അദ്ദേഹം നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റിലുള്ള കാര്യം തന്നെയാണ് 1-2-3 പോയിന്റ് ആയിട്ട് തന്നെ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. എന്താണ് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത്? The patient counselor is accountable for providing emotional support to patient and their families during their concerns and helping them deal with their diagnosis or illness. Okay, മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട്, മാനസികപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. The patient counselor is accountable for providing emotional support. അല്ലെ, നമ്മുടെ വൈകാരങ്ങളെ എല്ലാം നമുക്കറിയാം. ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് ചിലപ്പോഴൊക്കെ വലിയ കുഴപ്പമില്ലാതെ തന്നെ അല്ലെ 1-2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം പോയി ഭേദമാകുന്ന അസുഖങ്ങളായിരിക്കും. ചിലപ്പോഴൊക്കെ ഡയഗ്നോസ് ചെയ്യുമ്പോഴായിരിക്കും അല്ലെ ഭയങ്കരമായിട്ട് നമ്മൾ ആകെ തകർന്നു പോകുന്ന അവസ്ഥയിലൊക്കെയാണ്. കാരണം എന്താണ്? രോഗനിർണയം വരുമ്പോഴായിരിക്കും പ്രതീക്ഷിക്കാത്ത രോഗങ്ങളായിരിക്കും വരുന്നത് അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്? കൗൺസിലർ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടാണ് പേഷ്യന്റിനോടൊപ്പം നിൽക്കുന്നത് അല്ലെ. അതാണ് അവിടെ പറയുന്നത് പേഷ്യന്റ് ആൻഡ് ദെയർ ഫാമിലീസ്. ഓക്കെ, ഡേ ബൈ ഡേ ആയിട്ട് ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ അല്ലെ, നമ്മൾ ഫസ്റ്റ് വൺ ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നതായിരിക്കില്ല, പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് ഫേസ് ചെയ്യേണ്ടിട്ടായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അവിടെ ഹിയറിംഗ് ദ കൺസേൺസ്, അവിടെ എല്ലാം കേൾക്കുന്ന ഒരു വ്യക്തിത്വമാണ് കൗൺസിലറുടേത്. അതോടൊപ്പം തന്നെ ഹെൽപ്പിംഗ് ദം ഡീൽ വിത്ത് ദെയർ ഡയഗ്നോസിസ് ഓർ ഇൽനെസ്. അതായത് ഏത് അല്ലെ രോഗനിർണയത്തിന്റെ ഏത് ഘട്ടത്തിലും അവിടെ സഹായകനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് കൗൺസിലറുടേത്. ഒപ്പം തന്നെ എന്ത് രോഗമാണെന്ന് കണ്ടെത്തിയാലും അല്ലെ അത് എങ്ങനെയാണ് നമ്മൾക്ക് അതിന്റെ തരണം ചെയ്യാനായിട്ട് ഇതൊക്കെ സാധിക്കും എന്നുള്ളതൊക്കെ. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് നിർദ്ദേശിച്ച് തരാനൊക്കെ ആയിട്ട് കൗൺസിലർ കൂടെ ഓരോ പേഷ്യന്റിനോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്ന പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. അതായത് നമ്മുടെ വൈകാരികമായ ഏത് തലങ്ങളിലും അദ്ദേഹം കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. നമ്മൾ ആ പോയിന്റിന്റെ ഓരോ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇമോഷണൽ സപ്പോർട്ട് ഫസ്റ്റ് പറഞ്ഞു. എഡ്യൂക്കേഷൻ അല്ലെ, എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പേഷ്യന്റിനെ പഠിപ്പിച്ചു കൊടുക്കുക അല്ലെ, മനസ്സിലാക്കി കൊടുക്കുന്നു. The patient counselor is accountable for educating patients and their families about their diagnosis, treatment options and other side of their care. അതായത് രോഗികൾ അല്ലെ പേഷ്യൻസ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ രോഗനിർണയങ്ങളൊക്കെ നടത്തി കഴിയുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അത് മാറുമോ? മിക്കവാറും വ്യക്തികളുടെ ഒരു പേടി എന്ന് പറയുന്നത് നമ്മുടെ രോഗം എത്ര ചികിത്സിച്ചാലും ഭേദമാകുമോ എന്നുള്ളതൊക്കെയാണ്. അത് ഇച്ചിരി കൂടി ഹൈലൈറ്റ് ക്യാൻസർ പോലെയുള്ള പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ അല്ലേ ഒരു പ്രത്യേക ഒരു ഉത്കണ്ഠാകുന്നവരായിരിക്കും എപ്പോഴും. അപ്പൊ അവർക്ക് എന്താണ് ഇന്ന ക്യാപ്സ്യൂൾ അല്ലെ ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇന്ന രീതിയിലേക്കൊക്കെ അത് പൊയ്ക്കോളും അല്ലെ. നാച്ചുറലി അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ അത് താഴേക്ക് നന്നായിട്ട് വന്നോളും. വെള്ളിക്കാനൊന്നും എല്ലാവർക്കും സപ്പോർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗനിർണയം അല്ലെ അത് അതിന് വേറെ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ അത് ചിലപ്പോൾ മെഡിസിൻ കഴിച്ച് ഭേദമാക്കാം, ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് ഭേദമാക്കാം, ചിലപ്പോൾ സയന്റിഫിക് അല്ലെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇന്ന സൊല്യൂഷൻസ് കണ്ടെത്താം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അറിവുകള് ഈ പേഷ്യൻസിന് വെളിവാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിത്വം അല്ലെ. ആ ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ടാവും? നമ്മുടെ കൗൺസിലറിനുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. അവിടെ മാത്രമല്ല പേഷ്യന്റിന് മാത്രമല്ല അവരുടെ അല്ലെ റിലേറ്റീവ്സിനെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ തന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി. പിന്നെ എന്താണ് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്? എന്താണ് അഡ്വക്കേറ്റിംഗ് എന്ന് പറയുന്നത്? എന്താണ് അഡ്വക്കേറ്റിംഗ് എന്ന് പറയുന്നത്? പ്രോബ്ലം സോൾവിങ്. ഓക്കെ, ഒരു പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യുക ഒരു ഉപദേശകനെ പോലെ അല്ലെ, അഡ്വക്കേറ്റ് ആയിട്ട് അല്ലെ.
അവിടെ നമ്മൾ ഒരു അഡ്വക്കേസി എന്ന് പറയുമ്പോൾ നമ്മൾ അത് പറഞ്ഞ് നിർദ്ദേശിച്ചു തരാം. നേരത്തെ പറഞ്ഞ മാതിരി പ്രോബ്ലം സോൾവ് ചെയ്യാതെ തരാം. ഉപദേശകനെ പോലെ തന്നെ നിൽക്കാനുള്ള ഒരു വ്യക്തിത്വം ഇതാണ് കൗൺസിലർ. ഓക്കെ, ഉപദേശം നൽകാനുള്ള Okay, advocate for a patient. The patient counselor is accountable for advocating for patients and their families, helping them navigating the healthcare systems. അതായത് ആരോഗ്യ പരിപാലന സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെ ഒരു ഗൈഡൻസ് ആയിട്ട് നിൽക്കാനായിട്ട് അദ്ദേഹമാണ് ഇന്ന രീതിയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അസുഖങ്ങളൊക്കെ എളുപ്പത്തിൽ അല്ലെ ഇന്ന ഡോക്ടറൊക്കെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ഡയഗ്നോസിക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആകും, അതിനെ ഈ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്താൽ മതി എന്നൊക്കെയുള്ള ഒരു ഉപദേശങ്ങൾ അല്ലെ, അത്തരത്തിലുള്ള ഒരു വഴികാട്ടിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടേത്, കൗൺസിലറുടേത്. അത് മേക്കിംഗ് ഷുവർ ദാറ്റ് their needs are met. എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും അല്ലെ മീറ്റ് ചെയ്യാനായിട്ട് സന്നദ്ധനായിട്ട് തന്നെ നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് കൗൺസിലറുടെ. എന്താണ് മുൻപോട്ട് കൊണ്ടുപോകുക, ഓക്കെ, മുന്നോട്ട് നയിക്കുക അല്ലെ, നാവിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമാണ്. എന്താണ് പ്രൊവൈഡിങ് റിസോഴ്സസ്. എന്താണ് പ്രൊവൈഡിങ് റിസോഴ്സസ് എന്ന് പറയുന്നത്? The patient counselor is accountable for providing patients and their families with the resources and information about the support groups, financial assistance and other services that may be available to them. അതായത് നമുക്കറിയാം റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വിഭവങ്ങൾ അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങളുണ്ട്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട പേഷ്യൻസിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെ വരുന്ന ഒരു കാര്യം എന്താണ്? മണി അല്ലെ, സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത ഓക്കെ, അതില് ഇതെല്ലാം പെടും. വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് മണി അല്ലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. അതായത് ആ റിസോഴ്സ് അത് നമ്മൾ കരുതലായിട്ട് തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അവിടെ നമുക്കറിയാം ചിലപ്പോഴൊക്കെ ചില അസുഖങ്ങൾ നിർണയിച്ച് അത് എപ്പോഴും മന്ത്ലി ഡയാലിസിസും കാര്യങ്ങളും അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിന്റെ റേഡിയേഷനും എല്ലാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഫിനാൻഷ്യലി ബേർഡൻ അവിടെ ഒരു തകർച്ചയൊക്കെ ആ ഫാമിലിക്കൊക്കെ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യലി സൗണ്ട് കുറഞ്ഞവരാണെങ്കിൽ അല്ലെ, സാമ്പത്തിക ശേഷി കുറഞ്ഞവരാകുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെ ചില സംഘടനകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിൽ തന്നെ ഇത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ ചിലപ്പോ ഹാൻഡിൽ ചെയ്യപ്പെടുക, അല്ലെങ്കിൽ തരത്തിലുള്ള അല്ല നമുക്കറിയാം എന്താണ് നമ്മുടെ ആനുകൂല്യമൊക്കെ കുറയുന്നവർക്കൊക്കെ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് വർദ്ധിക്കുക എന്നുള്ളത് ഒരു കൗൺസിലറുടെ ജോലി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം റിസോഴ്സസ്, നമുക്കറിയാം പല റിസോഴ്സുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അപ്പൊ ആ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആ ഒരു മൂലധനം എന്നുള്ളത് അതിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ സഹായങ്ങളൊക്കെ എല്ലാ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഡ്യൂട്ടി കൂടി നമ്മുടെ കൗൺസിലറിനുണ്ട്. ആൻഡ് അതർ സർവീസ് ദാറ്റ് മേ ബി അവൈലബിൾ ടു ദം. നമുക്കറിയാം മറ്റേതെങ്കിലും സർവീസുകൾ അല്ലെ, മറ്റേതെങ്കിലും ഇതുകൾ നമുക്കറിയാം ചിലരുടെയൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ സ്പെഷ്യൽ എന്തെങ്കിലും കാറ്റഗറി ബേസിൽ തന്നെ ഡോക്ടറിനെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തൊക്കെ പോകാനും എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അവര് ഒരുപാട് ടൈമൊന്നും എടുക്കാതെ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവരെ ഇൻഫോം ചെയ്ത് കൈകാര്യം ചെയ്യേണ്ട ഡ്യൂട്ടി ഇതാണ് നമ്മുടെ കൗൺസിലറുടേതാണ്. പിന്നെ എന്താണ് പ്രൊവൈഡിങ് റിസോഴ്സസ്. അവിടെ നമ്മൾ അത് നമ്മൾ പറഞ്ഞു. കോർഡിനേറ്റിംഗ് കെയർ. എന്താണ് കോർഡിനേറ്റിംഗ് കെയർ എന്ന് പറയുന്നത്? The patient counselor is accountable for organizing care between healthcare providers and ensuring that the patients receive the essential services and treatment. എന്താണ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ? എന്താണ് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്? എന്താണ് ഏകോപിപ്പിക്കുക അല്ലെ, എല്ലാം കൂടി ഒന്നിച്ച് അല്ലെ. നമുക്ക് ലക്ഷ്യമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു പേഷ്യന്റ് വരുന്നെങ്കിൽ അവർക്ക് എന്താണ് എല്ലാ തരത്തിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഒന്നിച്ച് ചെയ്ത് കൊടുത്ത് അവരെ പറഞ്ഞു വിടാനൊക്കെ ആയിട്ട് ഉള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുക അല്ലെ. കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിച്ചു കൊണ്ടുപോകുക, ഒത്തൊരുമിപ്പിക്കുക. ഓക്കെ, the patient counselor is accountable for organizing care between healthcare providers and ensuring that the patient receives. Healthcare providers എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു രോഗിക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന എല്ലാ വ്യക്തികളും അല്ലെ.
അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ വ്യക്തികളുടെയും സേവനം അദ്ദേഹത്തിന് കിട്ടേണ്ടതുണ്ട്. ensuring that patients receive the essential service and treatment. അവർക്ക് മതിയായ സേവനങ്ങൾ അല്ലെ നല്ല ഒരു ശുശ്രൂഷകളെല്ലാം ലഭിക്കുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പ് വരുത്തുക എന്ന ഡ്യൂട്ടിയും കൗൺസിലറുടേതാണ്. ഒരു പേഷ്യന്റ് ആവുമ്പോൾ നമുക്കറിയാം, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും, മുതലെങ്കിൽ എക്സ്റേയും കാര്യങ്ങളൊക്കെ അല്ലെ റേഡിയോ അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ സമീപിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെയൊക്കെ പോയി അവർക്ക് വീണ്ടും അത് റിസൾട്ടുകളൊക്കെ ചിലപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ അകലയിൽ നിന്നൊക്കെയാണ് ഡോക്ടറുടെ പേഷ്യൻസ് ഒക്കെ വരുന്നതെങ്കിൽ സമയത്തിനുള്ളിൽ ഇതെല്ലാം കണ്ട് വീണ്ടും ഡോക്ടറൊക്കെ വിസിറ്റ് ചെയ്തൊക്കെ പോകാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് കൗൺസിലറുടെ തന്നെ ഡ്യൂട്ടിയാണ് അല്ലെ. അപ്പൊ അതെല്ലാം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ഇൻ കേസ് നമുക്കറിയാം പേഷ്യന്റിനെ കിടത്തി ഇല്ലേ, അഡ്മിഷനുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവരെ കിടത്തി ഡിസ്ചാർജ് പോകുന്ന മുറയ്ക്ക് ചിലപ്പോൾ ചില ബില്ലുകളും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അല്ലെ ഇവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായതാണ് കൗൺസിലറുടേത്. കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകോപിച്ച് കൊണ്ടുപോകുക. ഡ്യൂട്ടികളെല്ലാം കൃത്യമായിട്ട് തന്നെ ആ രോഗിക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി കൊണ്ടുപോകേണ്ട ഒരു ഡ്യൂട്ടി കൗൺസിലറുടേതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. മാച്ച് നോക്കാൻ തരാട്ടോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് എടുത്ത് നിർത്താം. എന്താണ് അതിലെ 6th പോയിന്റ് പറയുന്നത്? ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. എന്താണ് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് പറയുന്നത്? പേഷ്യന്റ് കൗൺസിലർ എങ്ങനെ നിങ്ങൾ ഇതുവരേക്കും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കാരണം എല്ലാവരും ഒന്നിച്ചാവുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്യാനും അല്ലെ നോട്ട് ചെയ്യേണ്ടതൊക്കെ എന്തെങ്കിലും വിട്ടുപോകും. അപ്പൊ 5th പോയിന്റ് വരെ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്താണ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് ഡെവലപ്പിംഗ് കെയർ പ്ലാൻ. ഡെവലപ്പിംഗ് കെയർ പ്ലാനിൽ എന്താ പറയുന്നത്? ഡെവലപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പുരോഗതി അല്ലെ. അതുമായി ബന്ധപ്പെട്ട പ്ലാനുകളാണ്. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന്റെ ആ ഒരു കാര്യങ്ങൾ അല്ലെ, ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഭേദമാകുന്നുണ്ട്, പുരോഗതി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നതും അതെ കൗൺസിലറുടേതാണ്. വിച്ച് ഇൻക്ലൂഡ്സ് identifying their requirements and goals and working with the healthcare providers to make sure that these needs are met. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ടായിരിക്കും പേഷ്യൻസ് അല്ലെ ഹോസ്പിറ്റലിലേക്ക് വരിക അല്ലെ. ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ ഇന്ന ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റും കാര്യങ്ങളൊക്കെ വിധേയമാക്കിയിട്ട് രോഗമുണ്ടാവുന്ന സ്ഥിരീകരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അല്ലെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് ട്രീറ്റ്മെന്റുകളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങളുമായിട്ടായിരിക്കും ഓരോ പേഷ്യൻസും അല്ലെ. എന്ത് തരത്തിലുള്ള ലക്ഷ്യമാണ് എങ്കിലും ഗോൾസ് എന്താണെങ്കിലും ആ ലക്ഷ്യങ്ങളെല്ലാം തന്നെ അത് തിരിച്ചറിഞ്ഞിട്ട് അല്ലെ അത് നിറവേറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്താണ് നമ്മുടെ അല്ലെ കൗൺസിലറുടെ ഡ്യൂട്ടി തന്നെയാണ്. വർക്കിംഗ് വിത്ത് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് നീഡ്സ് ആർ മെറ്റ് അല്ലെ. അവരെന്തൊക്കെ ആവശ്യങ്ങൾ ആയിട്ടാണോ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത് ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനായിട്ട് അത് അല്ലെ അതെല്ലാം നിറവേറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പോകേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ് കൗൺസിലറുടെ. നമുക്കറിയാം പേഷ്യൻസ് അവരുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റിയില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഡീൽ ചെയ്യാനായിട്ട് ഒരു അഡ്വൈസറി ബോഡി ആയതുകൊണ്ട് തന്നെ കൗൺസിലറെ സമീപിക്കും. അപ്പൊ കൃത്യമായിട്ട് തന്നെ അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അത് നിറവേറ്റി കൊടുക്കാനായിട്ടുള്ള ഡ്യൂട്ടി കൗൺസിലറുടേതാണ്. എന്താണ് മോണിറ്ററിംഗ് പ്രോഗ്രസ് നോക്കാം. The patient counselor is accountable for monitoring patients' progress, evaluating their needs and making adjustments to their care plan as necessary.
ചിലപ്പോ നമുക്കറിയാം ചില കാര്യങ്ങളല്ലേ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ആവശ്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഏത് ആവശ്യമാണോ ആ ആവശ്യങ്ങളെല്ലാം നടപ്പാക്കി കൊടുക്കേണ്ടതുണ്ട്. then എന്താണ് അതുമായി ബന്ധപ്പെട്ടല്ലേ ഇവാലുവേറ്റിംഗ് ദെയർ നീഡ്സ് എന്താണോ ആവശ്യമെന്ന് വിലയിരുത്തി ഇൻ കേസ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെ എന്തെങ്കിലും പോളിസി നയങ്ങളിലൊക്കെ മാറ്റങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി കൊണ്ട് അല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് നിർവഹിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ അതെല്ലാം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് കൊടുക്കേണ്ടത് മോണിറ്റർ ചെയ്ത് അല്ലെ അത് കണ്ടറിഞ്ഞ് തന്നെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി കൂടി ആദ്യമുണ്ട് കൗൺസിലറുടെ ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി കൂടി കൗൺസിലറിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഓവറോൾ ദ റോൾ ഓഫ് എ പേഷ്യന്റ് കൗൺസിലർ ഈസ് ടു എക്സ്റ്റെൻഡ് സപ്പോർട്ട് ആൻഡ് അഡ്വക്കസി ഫോർ എ patient and their families, helping them navigate the healthcare system and making sure that they receive high quality care. അതായത് തീർച്ചയായിട്ടും നല്ലൊരു ഉപദേശകനായിട്ട് അല്ലെ നല്ലൊരു മേൽനോട്ടക്കാരനും അതേപോലെ തന്നെ നയിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് തന്നെ ഓരോ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ ഒരു പേഷ്യൻസിനെയും കൈകാര്യം ചെയ്തുകൊണ്ട് കണ്ടുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഒരു ശുശ്രൂഷ അല്ലെ അത് ഉറപ്പുവരുത്തി കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഓവറോൾ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ആരുടെ ഇതിലുണ്ട് കൗൺസിലറിന്റെ ഡ്യൂട്ടിയിലുണ്ട്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എംപതി ആൻഡ് ഡീപ് understanding of healthcare systems and services are necessary for success in these roles. അതായത് ഈ ഒരു കാര്യം അല്ലെ ഈ ഒരു പങ്ക് നിർവഹിച്ചെടുക്കാനായിട്ട് കൗൺസിലറിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വേണം അല്ലെ വേണ്ടേ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വേണോ കൗൺസിലറിന് ഈ കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഏത് തരത്തിലുള്ള കഴിവുകളൊക്കെ അദ്ദേഹത്തിന് വേണം ഏത് തരത്തിലുള്ള കഴിവുകൾ അദ്ദേഹത്തിന് വേണം ഇന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചെടുക്കണമെങ്കിൽ കഴിവുകളൊക്കെ അദ്ദേഹത്തിന് വേണം. ഏത് തരത്തിലുള്ള കഴിവുകളൊക്കെ വേണം ഞാൻ പോയിന്റ് വായിച്ചപ്പോ പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, നല്ല ആശയവിനിമയം നടത്താനുള്ള കഴിവ് വേണം, എമ്പതി വേണം അല്ലെ എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറാനായിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡ് അല്ലെ എല്ലാവരോടും നല്ലവര് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് വേണം. അഡ്വൈസറി എന്ന് വെച്ചാൽ ഉപദേശകനായിട്ട് പെരുമാറാനുള്ള കഴിവ് വേണം. ഇത്തരത്തിലുള്ള കഴിവുകളെല്ലാം തന്നെ ആർക്ക് വേണം നമ്മുടെ കൗൺസിലർ വേണം. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് empathy and deep understanding of healthcare systems and services are necessary for the success in this role. Emotional intelligence okay വികാരങ്ങളെയൊക്കെ ബുദ്ധിപൂർവ്വം നേരിടാനുള്ള ഒരു കഴിവും ആർക്കൊക്കെ ഉണ്ടായിരിക്കണം കൗൺസിലറിന് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ ഇതെല്ലാം എന്താണ് കൗൺസിലറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു പോവുക. വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? നമുക്ക് ഒരു വാക്കും കൂടിയുള്ളൂ. നോക്കാം, കണ്ടിന്യൂ ചെയ്യാലോ. എന്താണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. അതായത് നമുക്കറിയാം അവിടെ അല്ലെ ചികിത്സാപരമായിട്ടുള്ള ഡ്യൂട്ടി മാത്രമല്ല നോൺ ക്ലിനിക്കൽ ജോബ്സ് അല്ലെ ചെയ്യുന്നവരുമുണ്ട്. അവരും അവരുടേതായ ഡ്യൂട്ടിയൊക്കെ നന്നായിട്ട് നിർവഹിക്കുന്നത് കൊണ്ടാണ് ഹോസ്പിറ്റലില് അല്ലെ വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ ഫ്ലോയായിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികൾക്കുള്ള പ്രധാനപ്പെട്ടുള്ള അല്ലെ സ്കില്ലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. Non-clinical staff in hospitals need a range of skills to effectively do their roles. അല്ലെ അവർക്ക് അവരുടെ ആ റോളുകൾ അവരുടെ പങ്കുകൾ നിർവഹിക്കാനായിട്ട് നല്ല അല്ലെ നല്ല കഴിവുകള് നല്ല
എബിലിറ്റി അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകൾ അവർക്ക് വേണ്ടതുണ്ട്. സം കീ സ്കിൽസ് ഫോർ എ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽ കൺസിസ്റ്റ് ഓഫ്, അതായത് ഹോസ്പിറ്റലിലെ വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് എന്താണ്, ആശയവിനിമയം നടത്താനുള്ള കഴിവ്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ടു എഫക്റ്റീവ്ലി ഇന്ററാക്ട് വിത്ത് പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള വ്യക്തികളൊക്കെയാണ് അല്ലെ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ എവിടെയോ ഏതൊക്കെയോ നമുക്കറിയാം കുറച്ച് അല്ലെ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടവരുണ്ടാവും. ഒപ്പം തന്നെ ഡോക്ടേഴ്സിന്റെ കഴിവുകളൊക്കെ കണ്ടെത്തി അകലെ നിന്നുള്ള വ്യക്തികളൊക്കെ പേഷ്യൻസ് ആയിട്ടൊക്കെ വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവരോടെല്ലാം നല്ല കാര്യക്ഷമമായിട്ട് തന്നെ ഇടപെടുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ആർക്കുണ്ടായിരിക്കണം, അവിടെയുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. They should be able to communicate clearly and empathetically both verbally and in writing. അതായത് നമുക്കറിയാം അവര് അല്ലെ നല്ല രീതിയിൽ ആശയവിനിമയം നടത്തണം അല്ലെ. അത് നമുക്കറിയാം ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് ഒക്കെ ആവുമ്പോൾ എപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, എമ്പതിക്ക് അല്ലെ, അവരുടെ ഒരു സൗമ്യമായിട്ട് പെരുമാറാനുള്ള ഒരു കഴിവ്. അത് പ്രധാനമായിട്ടും വേണ്ടതാണ്. എപ്പോഴും എന്താണ് അവരുടെ കഴിവുകൾ എന്ന് പറയുമ്പോൾ വായിക്കൊണ്ട് അല്ലെ വെർബലി നമ്മള് സംസാരിക്കുന്ന രീതിയിലായിരിക്കണം. ഒപ്പം തന്നെ റൈറ്റിംഗ് നമുക്ക് നല്ല എഴുതാനുണ്ട് അല്ലെ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഡോക്ടേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും മനസ്സിലാക്കിയ പേഷ്യൻസിനാണെങ്കിലും അറിവ് പകർന്നു കൊടുക്കാനായിട്ടൊക്കെ കൃത്യമായിട്ട് തന്നെ എഴുതി തയ്യാറാക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതാനുള്ള കഴിവും ആർക്കുണ്ടായിരിക്കണം, അവിടെയുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കൊക്കെ ഉണ്ടായിരിക്കണം. എന്താണ് കസ്റ്റമർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞേ, എന്താണ് ക്ലിനിക്കൽ സ്റ്റാഫുകൾ അല്ലാത്തവര്? ഇല്ലേ, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളൊക്കെ അവിടെ ഇല്ലേ? ഹൗസ് കീപ്പിംഗ് ഓക്കെ. അതില് നമുക്ക് നോക്കാം ഇത്തരത്തിലുള്ള, അതായത് പ്രധാനമായിട്ട് റിസപ്ഷനിസ്റ്റ്, ഫ്രണ്ട് ഓഫീസ് ഒക്കെ. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് ഒക്കെ വരുമ്പോൾ അറിയാം അവർക്ക് അറിയാം അവിടെ ആ ഒരു നമ്മൾ പല സെക്ഷനുകളൊക്കെ ആയിട്ട് പഠിച്ചിരുന്നു അല്ലെ. ചെക്ക് ഡെസ്ക് അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മൾ പഠിച്ചിരുന്നു, ഞാൻ തന്നെയല്ലേ. അതെ, അപ്പൊ അവിടെയൊക്കെ കൃത്യമായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് നല്ലൊരു ആശയവിനിമയം നടത്താനൊക്കെ ആയിട്ട് ചെയ്യണം. ഓക്കെ, അവർക്ക് നല്ലൊരു ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അവര് എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനോടൊപ്പം വ്യത്യസ്ത തരത്തിലുള്ള മറ്റു കഴിവുകൾ കൂടെയും ആവശ്യമാണ്. കസ്റ്റമർ സർവീസ് സ്കില് അടുത്തൊരു പോയിന്റ് ആണ്. കസ്റ്റമർ സർവീസ് സ്കിൽ എന്താണ്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓപ്പൺ ആക്ട് ആസ് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അതായത് ഇത്തരത്തിലുള്ള ഇപ്പൊ റിസപ്ഷനിസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം അവരാണ് ഫസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുന്നത് അല്ലെ. അവരെ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് അല്ലെ, നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനൊപ്പം പല കാര്യങ്ങളും ചോദിച്ചത്. അപ്പൊ അവർക്ക് എന്താണ് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കുന്നതോടൊപ്പം ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള കുറെ അറിവുകളും കൂടി കൊടുക്കേണ്ടത് അല്ലെ ആവശ്യം. ഓക്കെ, they should maintain excellent customer service skill which include the ability to be calm and composed in difficult situations, handle inquiries and complaints and provide a positive and welcoming environment. അതായത് അവിടെ വരുന്നവർക്കെല്ലാം അല്ലെ നല്ല കസ്റ്റമർ സർവീസുകൾ പ്രദാനം ചെയ്യുക. ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നല്ല മമത അല്ലെ അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ എന്തൊക്കെ ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ആ ക്ലാസ്സിലൊക്കെ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കസ്റ്റമർ സർവീസുകൾ നമ്മൾക്ക് എന്തെങ്കിലും വാട്സപ്പ് അയച്ച് മെസ്സേജുകളൊക്കെ തരുമെന്നോ അല്ലെങ്കിൽ എന്തിന്റെയൊക്കെ റിസൾട്ടുകളൊക്കെ സമയം അല്ലെ അറ്റ്മോസ്ഫിയർ. ഓക്കെ, നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയണം അല്ലെ. നമുക്ക് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട് ഡോക്ടേഴ്സിന്റെ ഒക്കെ അടുത്തൊന്നും തിക്കുന്നതിനും ഇല്ലാതെയൊക്കെ പോകാനായിട്ട് സാധിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ നല്ലവണ്ണം ആ പേഷ്യൻസിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള സർവീസുകൾ പ്രദാനം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, which include the ability to be calm and composed in difficult situations, handle inquiries. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെ, അതില് എന്തെങ്കിലും അവരോട് ചോദിച്ചറിഞ്ഞ എന്തെങ്കിലും കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു കപ്പാസിറ്റിക്ക് ആ ഒരു അല്ലെ പ്രോബ്ലം സോൾവിംഗ് എന്നൊക്കെ പറഞ്ഞ മാത്രമേ തന്നെ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു കഴിവും കൂടി ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പോസിറ്റീവ് എൻവയറൻമെന്റ് നേരത്തെ പറഞ്ഞ മാത്രം നല്ല അറ്റ്മോസ്ഫിയർ അല്ലെ, നല്ല ഒരു അറ്റ്മോസ്ഫിയർ എബിലിറ്റി കഴിവുണ്ടായിരിക്കണം. നല്ല പോസിറ്റീവ് എനർജി
മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റണം. അവരെയൊക്കെ നല്ല വെൽക്കം ചെയ്ത് അല്ലെ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ നല്ല രീതിയിൽ വെൽക്കം ചെയ്തിട്ട് തന്നെയായിരിക്കണം പേഷ്യൻസിനൊക്കെ സ്വീകരിക്കുക. ഓക്കെ, എന്താണ് ഓർഗനൈസേഷണൽ സ്കില്ല്. രണ്ട് സ്കില്ലുകൾ നമ്മൾ കണ്ടു. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, മറ്റൊന്ന് എന്താണ് സ്കില്ല് മാത്രമാണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഇല്ല, സെക്കൻഡ്. ഓക്കെ, കസ്റ്റമർ സർവീസ്. നെക്സ്റ്റ് സ്കില്ലാണ് എന്താണ് ഓർഗനൈസേഷൻ സ്കിൽ. ഓർഗനൈസേഷൻ സ്കിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസ് ആർ കോസ്റ്റ് based environments with a lot of tasks and responsibilities. അല്ലെ, അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് കടമകളൊക്കെ നിർവഹിക്കേണ്ടതുണ്ട്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് സ്ട്രോങ് ഓർഗനൈസേഷൻ സ്കിൽസ് ഓർ skills to manage their workload, priorities, task and meet deadlines. അതായത് നമുക്കറിയാം ഒരുപാട് പേഷ്യൻസുകളൊക്കെ തിങ്ങി നിറഞ്ഞു വരുന്ന ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അല്ലെ, അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പ്രയോറിറ്റി കൊടുക്കേണ്ട ടാസ്കുകൾക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കണം അല്ലെ. എത്ര വർക്ക് ലോഡ് ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഓക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നമുക്കറിയാം എക്സാമ്പിൾ ആണ്. കാരണം ഫിനാൻഷ്യലി അല്ലെ ബാക്കായ ഒരുപാട് പേഴ്സൺസ് ഒക്കെ നല്ല ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ നേടാൻ തന്നെ അവിടെ എത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതുകളിലെല്ലാം ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു സ്കില്ല് അവിടെ വേണം അല്ലെ. എന്തിനാണ് ജ്യേഷ്ഠകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കേണ്ടത്, ആ കൊടുക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ ഡോക്ടേഴ്സിനൊക്കെ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. വർക്ക് ലോഡുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അല്ലെ, ഡെഡ്ലൈൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, അന്തിമമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തു തീർക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അല്ലെ. സംഘടനാപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചു നിർത്തി അല്ലെ, ഏകോപിച്ചൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? നമ്മുടെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ടെക്നോളജി സ്കില്ല്. ടെക്നോളജി സ്കിൽസ് എന്താണ് പറയുന്നത്? കോർഡിനേറ്റർ, ഏകോപിപ്പിക്കുക എന്നാണ്. ടെക്നോളജി സ്കിൽസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഫഷ്യൻസി in using different computer applications, electronic health record systems and other healthcare technologies vital for non-clinical staff. നമുക്കറിയാം ഇപ്പൊ എല്ലാം ടെക്നോളജി ബേസ് ആണ് അല്ലെ, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്സിന്റെ മസ്റ്റ് ആയിട്ടും എന്താണ് ഇതിന്റെ ഒരു നോളജ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം അല്ലെ. റിസപ്ഷനിസ്റ്റ് തുടങ്ങി ഏത് മേഖലകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും എൻട്രി ചെയ്യുന്നതൊക്കെ നമുക്ക് ഡോക്ടേഴ്സിനെ ജസ്റ്റ് കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അവരെന്താണോ ഫയലുകളൊക്കെ എടുത്ത് മറിച്ച് നോക്കിയാണോ അപ്പൊ പേഷ്യൻസിന് നേരത്തെ കൂടി എക്സാം ചെയ്യുന്നതല്ല. അവിടെ ഓൾറെഡി കമ്പ്യൂട്ടറിൽ തന്നെ ഫയലുകൾ അല്ലെ വന്നിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ആ കമ്പ്യൂട്ടർ കൃത്യമായിട്ട് തന്നെ വാച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ അതെല്ലാം എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് വ്യത്യസ്ത തരത്തിലുള്ള അവരെ ക്ലിനിക്കൽ സ്റ്റാഫ് ഉണ്ടാവും. അപ്പൊ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഒക്കെ നമ്മളെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. അതേമാതിരി തന്നെ അവര് അല്ലെ ഹെൽത്ത് കെയർ ടെക്നോളജീസ് വൈറ്റഡ് ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈറ്റഡ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടെക്നോളജി നോളജ് എന്നുള്ളത്. They should be comfortable with the technology and willing to learn new systems are required. അതായത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളൊക്കെ മസ്റ്റ് ആയിട്ടും ടെക്നോളജിക്കലുള്ള അവയർനെസ് കിട്ടിയിരിക്കണം. ഒപ്പം തന്നെ പുതിയ പുതിയ ടെക്നോളജി അല്ലെ, ഓരോ പുതിയ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പഠനം കൂടി അവരെ ക്യാച്ച് ചെയ്യേണ്ടിയിരിക്കും. അപ്പൊ അത്തരം പോയിന്റ്സ് ജസ്റ്റ് 4 പോയിന്റ് വായിക്കാം, ബാക്കി നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് 4 പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. റെസ്പോൺസിബിലിറ്റിയുടെ പാഠമൊക്കെ അല്ലെ, ലെസൺ ഒന്നും നമ്മൾ ഇനി വീണ്ടും പഠിക്കാനൊന്നും ഇരിക്കരുത്. ക്ലാസ്സിലിരുന്ന് തന്നെ അങ്ങനെ പഠിച്ചു പോവാ. ഹെഡിങ് ഒക്കെ പഠിച്ചു പോവാ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു തന്നെ നോക്കുക. കാരണം ഇത്തിരി സമയം കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ പതിയാണ് അല്ലെ, ഇച്ചിരി സമയമൊക്കെ വായിക്കാനൊക്കെ തരുന്നുണ്ട്. ആ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം.
എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഹെഡിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് കാണും അല്ലെ? എത്ര സ്കില്ലുകൾ നമ്മൾ പറഞ്ഞു? ജസ്റ്റ് ഒന്ന് പറയാ. മെസ്സേജ് അയച്ചില്ലല്ലോ. എന്താ ഏതൊക്കെ സ്കില്ലുകൾ നമ്മൾ പഠിച്ചു? കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ സർവീസ്, ഓർഗനൈസേഷണൽ, പിന്നെ ടെക്നോളജിക്കൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നോക്കാം. എന്താണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് പറയുന്നത്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയേക്ക്. കാരണം ഇത് ഏതെങ്കിലും അല്ലെ, എന്തായാലും ഒരു ടോപ്പിക്കിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണമല്ലോ. അപ്പൊ ഇത് ഏത് സ്കില്ല് അല്ലെ, ഇത്തരത്തിലുള്ള സ്കില്ല് ആർക്ക് വേണം എന്നൊക്കെ എന്തായാലും ചോദിക്കാം അല്ലെ. ഏതെങ്കിലും ഏത് ടോപ്പിക്കിൽ നിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് അല്ലെ, ഒരു ഇതില് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതിൽ നിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത് കൊണ്ട് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിലും ചോദിക്കാം. അപ്പൊ ഇത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനായിട്ടുള്ള സ്കില്ലുകൾ ഏതൊക്കെയാന്നുള്ളത് നമുക്കറിയാം. കുറച്ചൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. മിക്കപ്പോഴും ഒക്കെ ആയിരിക്കും, കാരണം അറിയാവുന്ന സ്കില്ലുകൾ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ചിലപ്പോഴെങ്കിലും ഈ അഡാപ്റ്റബിലിറ്റിനെ കുറിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് താഴേക്ക് വരുന്നുണ്ട്. അതൊക്കെ റയറായിട്ടൊന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ജസ്റ്റ് നോക്കാം. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അതൊക്കെ നമുക്ക് ഹെഡിങ് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് അതിന്റെ ആ മീനിങ് എന്താണ്. ഇപ്പൊ പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്താണെന്നും അല്ലെ നിങ്ങൾക്ക് വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഫേസ് വേരിയസ് ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് വൈൽ എക്സിക്യൂട്ടിംഗ് ദെയർ ഡ്യൂട്ടീസ്. ഓക്കെ, പിയാവാനും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ ആവശ്യമാണ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള വെല്ലുവിളികളുണ്ട് അല്ലെ. അതെല്ലാം സോൾവ് ചെയ്ത് പോകണം. ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും. The ability to think critically, evaluate situations, and find adequate solutions in available is valuable in ensuring smooth operations and addressing issue properly. അതായത് പെട്ടെന്ന് അവർക്ക് അവരെ മുന്നിൽ വരുന്ന കാര്യങ്ങളോടൊക്കെ അല്ലെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് പോകണം. പക്ഷെ തിരക്കാണ് മുന്നിലെങ്കിൽ ആ തിരക്കിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം അല്ലെ. ചിലപ്പോൾ എന്തെങ്കിലും എററുകൾ അല്ലെ, നമുക്ക് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും എററുകൾ സ്ലോവോ എന്തെങ്കിലുമൊക്കെയാണ് സംഭവിക്കുന്നത്. അതിനെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ, അവരുടെ മുമ്പിൽ വ്യത്യസ്ത തരത്തിലുള്ള വെല്ലുവിളികൾ വരാം. വെല്ലുവിളികൾ വരുന്നത് അനുസരിച്ചിട്ട് തന്നെ പ്രോംപ്റ്റ് ആയിട്ട് സെക്യൂരിറ്റി സുരക്ഷയുടെ കാര്യത്തിലൊക്കെ ആയിരിക്കാം എന്തിനല്ലേ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ വരാം. അപ്പൊ അതിനെ നമ്മള് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ നമുക്ക് നേരിടേണ്ടതായിട്ടൊക്കെ വരും. ഓക്കെ, അപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ടൊക്കെ നേരിടേണ്ടി വരിക എന്നുള്ളത് അല്ലെ, അതിനനുസരിച്ചിട്ട് അവരെ ക്രിട്ടിക്കലി തിങ്ക് അല്ലെ, അത് ക്രിയാത്മകമായിട്ട് തന്നെ ചിന്തിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ സിറ്റുവേഷനൊക്കെ പെട്ടെന്ന് തന്നെ വിലയിരുത്തണം. എന്താണ് ആഡിക്വേറ്റ് സൊല്യൂഷൻ, മതിയായ നല്ല ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട്. വാല്യുബിൾ ഇൻ ഇൻഷുറൻസ് സ്മൂത്ത് ഓപ്പറേഷൻസ് അല്ലെ, അത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കയ്യിലെടുക്കേണ്ടതുണ്ട്. എന്താണ് ലാസ്റ്റ് വൺ പറയുന്നത് അഡ്രസ്സിംഗ് ഇഷ്യൂ പ്രോംപ്റ്റ്ലി, പെട്ടെന്ന് തന്നെയാണ് അല്ലെ, പ്രോംപ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്ത് പ്രോബ്ലം ആണോ ആ പ്രോബ്ലത്തിനെ പെട്ടെന്ന് തന്നെ ക്രിയാത്മകമായിട്ട് ചിന്തിച്ച് വിലയിരുത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്ത് അവരുടെ പ്രവർത്തനങ്ങളെ സുഖകരമാക്കി കൊണ്ടുപോകേണ്ട ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആരുടേതാണ്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ. എന്താണ് നെക്സ്റ്റ് എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. ഓക്കെ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്താണെന്നുള്ളത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാം. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നത്? കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താ മീൻ ചെയ്തത്? ധൈര്യം, വിശ്വസ്തത, സീക്രട്സ്. ഓക്കെ, അവര് വിശ്വസ്ത അവരൊക്കെ ഓക്കെ നമുക്കറിയാം.
സ്വകാര്യ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു വിശ്വസ്തമായിട്ടുള്ള ഒരു അല്ലെ വിശ്വാസ്യം ഉളവാക്കി കൊടുക്കണം അല്ലെ. അതോടൊപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട് അല്ലെ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ഹാവ് എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. എപ്പോഴും എന്താ അല്ലെ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും അത് പ്രധാനമായിട്ടും നേരത്തെ ഇതിൽ പറഞ്ഞ മാതിരി തന്നെ സീക്രസി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. It is necessary for them to understand and stick to confidentiality and ethical standards. എപ്പോഴും അവിടെ ആ ഒരു സ്റ്റാഫ് എന്താ പലതരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ വെളിപ്പെടുത്താൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുക്കരുത് അല്ലെ, മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഒപ്പം തന്നെ എന്താണ് അവർക്ക് ആ വിശ്വാസം നേടിക്കൊടുക്കാനായിട്ട് ശ്രമിക്കണം. എന്താണ് അവിടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. കീപ്പിംഗ് പേഷ്യൻസ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിങ് കോൺഫിഡൻഷ്യൽ ഡാറ്റ. അതായത് പ്രൈവസി ആയിട്ടുള്ള അല്ലെ സീക്രസി ആയിട്ട് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തരുതെന്ന് ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അതെല്ലാം കോൺഫിഡൻസോട് കൂടിയിട്ട് അവർക്ക് ആത്മവിശ്വാസം ഉളവാക്കുന്ന രീതിയിൽ തന്നെ ആ ഡാറ്റകളെല്ലാം കീപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ എന്താണ് പറയുന്നത് എപ്പോഴും അവർക്ക് അല്ലെ എത്തിക്കൽ ധാർമ്മിക മൂല്യങ്ങളും കൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലെ. മാനസിക പരിഗണനകൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ മാനസിക പരിഗണനകളൊക്കെ കൊടുത്ത് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ എന്താണ് നെക്സ്റ്റ് പറയുന്നത് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. എന്താണ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ പറയുന്നത്? ഹോസ്പിറ്റൽസ് ആർ interdisciplinary settings that need collaboration among various departments and staff members. അല്ലെ അവിടെ എപ്പോഴും നമുക്കറിയാം എന്തെങ്കിലും അല്ലെ സൗഹൃദപരമായിട്ട് തന്നെ എല്ലാവരോടും ഒന്നിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. എല്ലാ സഹപ്രവർത്തകരോട് കൂടി ഒത്തൊരുമയോടുകൂടി എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്താണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ നീങ്ങും. ഹോസ്പിറ്റൽസ് ആർ interdisciplinary settings that need collaboration among various department and staff members. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവിടെ വ്യത്യസ്ത സ്റ്റാഫുകളുണ്ട്, എല്ലാവരും ഒത്തൊരുമിച്ച് പോകേണ്ടതുണ്ട്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ ടു വർക്ക് ഇൻ ആൻ എഫക്റ്റീവ് മാനർ ആസ് പാർട്ട് ഓഫ് എ ടീം. ഒരു ടീം എന്ന രീതിയിൽ തന്നെ എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ള കഴിവുണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് കോളേജസ് ആൻഡ് ഡൊണേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവയൺമെന്റ്. എല്ലാവർക്കും എന്താണ് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യണം. സഹപ്രവർത്തകരോടൊക്കെ ഏകോപിപ്പിച്ച് അല്ലെ കോർഡിനേറ്റ് ചെയ്ത് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ രീതിയിൽ ആശയവിനിമയമൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ട അതിനുള്ള പ്രത്യേക കഴിവ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കും. ഇതിനെന്താണ് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അല്ലെ. The healthcare industry is the continually evolving and non-clinical staff should be adjustable to changing procedures, policies and technology. നമ്മളിപ്പോ അല്ലെ അവിടെ ഒരു വർഷങ്ങളോളം നിന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ പുതിയ പുതിയ ടെക്നോളജി അല്ലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടും ഇവര് അല്ലെ ക്ലിനിക്കൽ സ്റ്റാഫുകളൊക്കെ തയ്യാറാകേണ്ടതുണ്ട് അല്ലെ. പുതിയ നയങ്ങളും പുതിയ നടപടിക്രമങ്ങളും ഒക്കെ ഏത് പ്രോബ്ലം വന്നാലും ഫേസ് ചെയ്യാൻ പറ്റും. എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം പുതിയത് അപ്ലൈ ചെയ്താലും അതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റേണ്ടതുണ്ട്. They should be open to learning new skills and approaches to remain updated in their roles. അതായത് അവരുടെ ഡ്യൂട്ടി അല്ലെ അവരുടെ പങ്ക് എന്താണോ അത് അപ്ഡേറ്റ് ചെയ്ത് അല്ലെ പിന്നെ പുതിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ആ പുതിയ സ്കില്ലുകളൊക്കെ പഠിച്ചെടുത്ത് അതിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെ അപ്ഡേറ്റ്സുകളോടൊപ്പം തന്നെ പുതിയ ആശയങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് ചലിക്കാനുള്ള ഒരു അഡാപ്റ്റബിലിറ്റി കഴിവും ആർക്കുണ്ടായിരിക്കണം നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. ഇതിലെന്താണ് എംപതി ആൻഡ് കമ്പാഷൻ. എന്താണ് എംപതി ആൻഡ് കമ്പാഷൻ എന്ന് പറയുന്നത്? അത് നമുക്ക് അറിയാവുന്ന പോയിന്റാണ് അല്ലെ. എല്ലാവരോടും തന്നെ അനുകമ്പയോട് കൂടിയിട്ട് അല്ലെങ്കിൽ എന്താണ് നല്ല സൗഹൃദമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാനുഭൂതിയോട് കൂടിയിട്ടൊക്കെ പെരുമാറാനുള്ള കഴിവ്. Although non-clinical staff may not give direct medical care, they often interact with the patients who may be in a difficulty or facing challenging situations. അതായത് ഇവര് അല്ലെ നമുക്കറിയാം നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്നൊക്കെ പറയുമ്പോൾ ഡയറക്റ്റ് മെഡിക്കൽ ഇത് ഒന്നല്ല അവർ കൊടുക്കുന്നത് എങ്കിലും
പേഷ്യന്റിനോട് ഇന്ററാക്ട് ചെയ്യുന്ന അവസരങ്ങൾ അവർക്ക് ധാരാളമുണ്ട് അല്ലെ, ഇടപെടുകേണ്ട അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ബുദ്ധിമുട്ടേറിയ സമയങ്ങളും അല്ലെ, വെല്ലുവിളി നിറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരോട് എന്താണ് സൗമ്യമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി, സിമ്പതി ആൻഡ് sensitivity towards the patient's requirements and emotions is necessary for providing a supportive environment. അതായത് അവരോട് നന്നായിട്ട് പ്രകടമാക്കണം അല്ലെ, നല്ല അനുഭൂതിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കരുണയോട് കൂടിയിട്ട് നല്ല രീതിയിൽ അല്ലെ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ വികാരങ്ങളെല്ലാം കണ്ടറിഞ്ഞ് അവരുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ലെ, നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കഴിവ് തന്നെയാണ് ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ. ലാസ്റ്റ് പോയിന്റ് എന്താണ്? കൾച്ചറൽ കോമ്പിറ്റൻസ്. ഹോസ്പിറ്റൽ സെർവർ ഡൈവേഴ്സ് പേഷ്യന്റ് പോപ്പുലേഷൻസ് വിത്ത് ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്. അതായത് വ്യത്യസ്ത അല്ലെ സംസ്കാരമുള്ള പേഷ്യൻസ് ഒക്കെയാണ് വരുന്നത്. വ്യത്യസ്ത അല്ലെ വ്യത്യസ്ത ജനസംഖ്യയിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും പേഷ്യൻസ് വരുന്നത്. അവിടെ എന്താണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് പോസസ് എ കൾച്ചർ competence, understanding and respecting various cultural practices, belief and to value to give inclusive and patient centered care. അതായത് അവിടെ എല്ലായിടത്തും അല്ലെ ഏത് സംസ്കാരമാണെങ്കിലും അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ അവരോട് അവരുടെ വിശ്വാസങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അവരോടൊപ്പം എല്ലാവർക്കും ഒരേപോലെ തന്നെ മൂല്യം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ അവരോട് പെരുമാറാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുണ്ടാവും. ഓക്കെ, പല ഇമോഷണൽ മൈൻഡുള്ള ആളുകളൊക്കെ ഉണ്ടാവും, പല കൾച്ചറുള്ളവരുണ്ടാവും, പല വിശ്വാസമുള്ളവരുണ്ടാവും. എല്ലാവരോടും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. These are just some of the skills that non-clinical staff in hospitals should possess to contribute to the efficient functioning of the healthcare facility and provide excellent support to patients and clinical staff. അതായത് ക്ലിനിക്കൽ സ്റ്റാഫിനാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും നല്ല ഒരു എക്സലന്റ് സപ്പോർട്ട് അല്ലെ, നല്ല വിപുലമായ നല്ലൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ഡ്യൂട്ടി ആർക്കുണ്ട്? ക്ലിനിക്കൽ സ്റ്റാഫിനുണ്ട്. അദ്ദേഹം എന്താണ് പൊതുവെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അല്ലെ, എല്ലാവർക്കും കാഴ്ചവെക്കേണ്ടത് എന്താണ്? എഫിഷ്യന്റ് ഫങ്ഷനിങ് അല്ലെ, കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ ഒരു ഹെൽത്ത് ഇൻഡസ്ട്രിക്ക്, ആ ഒരു ആരോഗ്യ രംഗത്ത് പ്രദാനം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ പ്രധാനപ്പെട്ട സ്കില്ലുകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്താ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. നമ്മുടെ പോർഷൻസ് ഒക്കെ എന്തായാലും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കില് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. HRM ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ HRM തന്നെ കൊണ്ടുവരാം. എന്തെങ്കിലും ഡൗട്ടുകള് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാ ചാപ്റ്ററും തീർന്ന ടീച്ചറെ? എനിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ചാപ്റ്റർ എടുക്കാനുണ്ടോ? ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒന്നും എടുക്കാത്ത ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ? കുറച്ച് മിസ്സുമാരെ കുറച്ചും കൂടി അല്ലെ കവർ ചെയ്ത് തീർക്കാനുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. ടീച്ചറെ ഞങ്ങളെ എക്സാം ഡേറ്റ് ഒക്കെ അറിയാം. നമുക്ക് ഇവിടെ നിന്ന് ഇൻഫോം ചെയ്യും. ഫസ്റ്റ് ആയിട്ടും എല്ലാവരെയും എടുത്ത് തീരുന്നതനുസരിച്ചിട്ട് തന്നെ ഇൻഫോം ചെയ്യും.
എന്തായാലും അധികം ഡിലേ ഉണ്ടാവില്ല. എന്തായാലും അടുത്ത് തീരാറായിട്ടുണ്ടല്ലോ എല്ലാവരെയും. അപ്പൊ നിങ്ങള് പഠിച്ചൊക്കെ തുടങ്ങി. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ വായിച്ചു തന്നെ വരിക. കാരണം വലിയൊരു ചാപ്റ്റർ ആണ്. നമ്മള് എല്ലാം വിവരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൊണ്ട് അല്ലെ തീരില്ല. ഞാനെടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കാം. അപ്പൊ പഠിച്ചു പോവുകയും ചെയ്യാം. അപ്പൊ അതിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു പോവാം ഈ ടൈമില്. റെസ്പോൺസിബിലിറ്റി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സിമ്പിൾ ചാപ്റ്റർ അല്ലേ. 1-2 പേരുടെ അല്ലെ കുറച്ച് പേരുടെ റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്ററുടെ പറയുന്നുണ്ട്. പിന്നെന്താണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഉണ്ട്, മെഡിക്കൽ സെക്രട്ടറിയുടെ ഉണ്ട്. പിന്നെന്താണ് എക്സിക്യൂട്ടീവ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. നമ്മള് കഴിഞ്ഞ ടേമിലെ അല്ലേ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെല്ലാം മാതൃക തന്നെയാണ് നടക്കുന്നത്. ഓൺലൈനായിട്ട് കൗൺസിലറുടെയും ഇന്ന് നമ്മൾ എടുത്തത് കൗൺസിലറുടെയും ഒപ്പം നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ അല്ലേ, ഇതാണ് ഇന്ന് നമ്മൾ കവർ ചെയ്തത്. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ മാം. എല്ലാവരും താങ്ക് യു മാം. താങ്ക് യു ടീച്ചർ. താങ്ക് യു മാം. താങ്ക് യു. ഞാൻ തിരക്കിലും തീർന്നു.